കോളേജിലെ സെക്കൻഡ് ഡേയുടെ പരിപാടിയാണ് കേട്ടോ. എന്നപ്പോ രാവിലെ മുതൽ രാത്രി വരെ നമുക്ക് ഫുൾ പരിപാടി തന്നെയാണ്. അതിന്റെ ഇടയിലാണ് ഈ ചെക്കന്മാരിനെ അവിടെ നിന്ന് വായി നോക്കുക. രാവിലെ കുറച്ച് ഓട്ടോഷോ കാര്യങ്ങൾ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നിട്ട് അതൊക്കെ ടിപ്പിൾ ചെയ്യുന്ന നടക്കും. പിന്നെ ഏതെങ്കിലും കാറ് കണ്ട ഫോട്ടോ എടുക്കലും മസ്റ്റ് ആണ്. ഇതൊക്കെ കണ്ട ഞങ്ങൾ വിചാരിക്കും എന്റെ കോളേജ് അടിപൊളിയാണ്, ഭയങ്കര രസമാണ്, അങ്ങനെയാണ് തേങ്ങ മാങ്ങ ചക്ക നോക്കിയ പരിപാടിയൊക്കെ വരുമ്പോ അടിപൊളി തന്നെയാണ് കേട്ടോ. പക്ഷെ കണ്ട് വെയിലത്ത് നിന്ന് കറക്കണ്ടാച്ചിട്ട് പിന്നെ ഞങ്ങൾ പോയപ്പോ കാണുന്നത് നിന്ന് ആർക്ക് തീ പൊരിക്കണ പാട്ടൊക്കെ പാടുന്നുണ്ട്. നിങ്ങളുടെ പച്ചയായ സ്വഭാവം പുറത്തേക്ക് വന്നിക്കണം. കൈസോന്റെ രാത്രി പരിപാടി ഇപ്പൊ രാവിലെ ഇറക്കിക്കണോ? കോളേജ് പഠിക്കാൻ വന്നാലും ഉണ്ടാവും നാട്ടിലത്തെ ഓരോരുത്തർ. എന്താ ചെയ്യാ, ജില്ല വിട്ടാലും ഒരു സുഖം തരില്ല. ഇതാണെങ്കിൽ മൈക്ക് കൈ കിട്ടിയതിനെ ഷോണായതാ, പിന്നെ ഇങ്ങനെ ഓഫ് ആക്കിയെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഒക്കെ ഇർഫാൻ നിന്നിട്ടല്ലേ പാടുത്ത നിൽക്കണേ, ഞങ്ങൾക്ക് ഇരുന്നിട്ടും പാടുത്ത നിൽക്കണേ. പാട്ട് കൂത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഒരു അടിപൊളി പിക്കൊക്കെ എടുത്തിട്ട് അങ്ങനെ പിരിഞ്ഞു കഴിഞ്ഞു. ഇനിയാണ് രാത്രി പരിപാടി. രാത്രിയാണ് വിനീത് ശ്രീനിവാസനൊക്കെ വന്നിട്ട് അടിപൊളി പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പോയോ. അതിന് മുന്നേ ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറ്റിട്ട് വേണം ഇനി പോവാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്ന് ക്ലാസ്സിന്റെ വിചാരപ്പോൾ കുഞ്ഞു കുട്ടിയാണ് കൈസ്. ഇപ്പോഴും പച്ചടവൽ ഉണ്ടാവും ട്രൗസറിൽ. ആള് വലുതാണെങ്കിൽ ആള് മനസ്സ് പിഞ്ചു കുഞ്ഞാണ് കൈസ്. ഞാൻ ഇതുവരെ പഠിച്ചതിൽ കുറെ മിസ്സുമാരെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ മുഖം ഒന്ന് വാടിയാൽ പെട്ടെന്ന് വന്ന് മനസ്സിലാക്കണം. ഒരേ ഒരു മിസ് ഉണ്ടെങ്കിൽ അതിന്റെ അനക മിസ് ആവട്ടാ. പരിപാടി രാത്രി ആയതുകൊണ്ട് തന്നെ ഉള്ള ടൈം എങ്ങനെ ഇരുന്ന് കളയാന്ന് ആലോചിച്ച് ടൈം കളയലാണ് ഞങ്ങളെ പണി. അപ്പോഴാണ് ഞാൻ കാഴ്ച കണ്ടത്. കോളേജിൽ 4 കാട്ടർബി ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. പുറത്ത് തേരാപ്പാര കളിച്ചടന്നുകൊണ്ടല്ലോ ഇതൊന്നും അറിയാത്ത. ഉള്ളിലും കുറെ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ കാണുന്ന ക്യൂ മൊത്തം ഈ ശ്രീനിവാസിന്റെ പരിപാടിക്ക് കയറാനുള്ളതാണ്. ക്യൂ കണ്ടിട്ട് എന്റെ ബോധം പോയിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് കയറാൻ വെച്ചിട്ട് അവിടെ ഒരു കസാരട്ട് കുത്തിയിരുന്നു. ഇവരിരുന്നിട്ട് ഓട്ടോഷോ നടത്തിയിരുന്നത്. പിന്നിലെ മനസ്സിലായത് ഒരു മലപ്പുറത്തേരാണെന്ന്. എവിടെ പോയാലും ഞങ്ങൾ മലപ്പുറത്തേരില്ലാത്തൊരു പരിപാടി ഇല്ല. ഇതൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങൾ ID കാർഡൊക്കെ എടുത്ത് അതിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടി ഓടിപ്പോയി. സക്സസ്ഫുള്ളി നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഇന്നത്തെ പട്ടി ഷോ കഴിഞ്ഞ് ഗൈസ്. അപ്പൊ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഡേ 2 പരിപാടി. ഇനി ഡേ 3 പരിപാടി ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ.